റെസിപ്രോക്കൽ താരിഫുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നിലനിൽക്കുന്നത് മൂലം കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും ഇൻഡെക്സ് 1.5% ഇടിയുകയും ചെയ്തു. മാർച്ച് മാസത്തിൽ നിന്നും വന്ന മികച്ച റിക്കവറിക്ക് ശേഷമാണ് ഏപ്രിൽ മാസത്തിൻ്റെ തുടക്കത്തിൽ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിരിക്കുന്നത്. ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിലൊക്കെ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. ഇൻഫോസിസ്, HDFC ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. കൂടാതെ Q4 റിസൾട്ട് സെഷൻ കൂടി വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിലും മാർക്കറ്റിൽ വോളറ്റിലിറ്റി തുടരാൻ സാധ്യതയുണ്ട്. ഗ്ലോബൽ മാർക്കറ്റിൽ അൺസർട്ടനിറ്റി നിലനിൽക്കുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പല സ്റ്റോക്കുകളും അട്രാക്റ്റീവ് വാല്യൂഷനിൽ ലഭിക്കുന്നു. മികച്ച ഗുണനിലവാരമുള്ള സ്റ്റോക്കുകളെ അക്കുമുലേറ്റ് ചെയ്യാനുള്ള ഒരവസരമാണ് ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മാസ്റ്റർ ക്യാപിറ്റൽ, ചോയ്സ് തുടങ്ങിയ ബ്രോക്കേജ് ഏജൻസികൾ റെക്കമെൻഡ് ചെയ്യുന്നതും ഷോർട്ട് ടൈമിന് വേണ്ടി നമ്മൾക്ക് പരിഗണിക്കാവുന്നതുമായ 5 സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തെ സ്റ്റോക്ക് ടോറൻറ്റ് പവർ. ടോറൻറ്റ് പവർ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1486 അടുത്ത് ക്ലോസിംഗ് നൽകി. ദീർഘകാലമായി ഡൗൺ ട്രെൻഡിൽ നീങ്ങുന്ന സ്റ്റോക്കാണ്. സ്റ്റോക്കിൽ റിക്കവറിയുടെ അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സലിൻ്റെ സിഗ്നൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ സ്റ്റോക്കിൻ്റെ ഡൗൺവേർഡ് ട്രെൻഡ് ലൈൻ ഏകദേശം അവസാനിച്ചു. സ്റ്റോക്കിലേക്ക് അപ്വേർഡ് ട്രെൻഡ് ലൈൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ ബൈയിങ് വോളിയവും ഉയരുന്നു. ഇത് ബൈയിങ് ഇൻട്രസ്റ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. സ്റ്റോക്കിൽ ഹയർ ഹൈ ലോവർ ലോ രീതിയിലുള്ള അപ്വേർഡ് ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. 21 ഡേ 55 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിലേക്ക് സ്റ്റോക്ക് എത്തുകയും RSI 66 എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ MACD ഒരു ബുള്ളിഷ് ക്രോസ് ഓവർ സിഗ്നൽ നൽകുകയും ചെയ്തു. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ 1635, 1675 തുടങ്ങിയ ടാർഗറ്റുകൾക്ക് വേണ്ടി ടോറൻറ്റ് പവർ എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാം. രണ്ടാമത്തേത് യുണൈറ്റഡ് ബ്രൂവറീസ്. 2000 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. യുണൈറ്റഡ് ബ്രൂവറീസും ഡൗൺ ട്രെൻഡിൽ നിന്നും അപ് ട്രെൻഡിലേക്ക് വന്ന സ്റ്റോക്കാണ്. 55, 100, 34 എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. RSI 60 ഇത് ശക്തമായ ബൈയിങ് ട്രെൻഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ MACDയും ക്രോസ് ഓവർ നൽകി കഴിഞ്ഞു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ യുണൈറ്റഡ് ബ്രൂവറീസിന് 2150, 2200 പോലുള്ള ടാർഗറ്റുകളാണ് നൽകിയിരിക്കുന്നത്. മൂന്നാമത്തേത് ബൽറാംപൂർ ചീനി മിൽസ്. ബൽറാംപൂർ ചീനി മിൽസ് എന്ന സ്റ്റോക്ക് 547 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. സ്റ്റോക്കിൽ ഒരു പോൾ ആൻഡ് ഫ്ലാഗ് രീതിയിലുള്ള ബുള്ളിഷ് പാറ്റേൺ ബ്രേക്കൗട്ട് കാണാൻ സാധിക്കും. ഇവിടെ നിന്നും സ്റ്റോക്ക് 55, 100, 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ ക്ലോസിംഗ് നൽകി. RSI 68 എത്തിയിട്ടുണ്ട്. MACD ഒരു ബുള്ളിഷ് ക്രോസ് ഓവറും ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിന് 592, 610 തുടങ്ങിയ ടാർഗറ്റുകളാണ് അനലിസ്റ്റുകൾ നൽകുന്നത്. 502 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സപ്പോർട്ടും ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടുമാണ്. നാലാമത്തെ സ്റ്റോക്ക് സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവബിൾ എനർജി. മാർക്കറ്റിൽ വന്ന കറക്ഷൻ്റെ എഫക്റ്റ് ഏറ്റവും അധികം കാണാൻ സാധിച്ച ഒരു സ്റ്റോക്കാണ്. സ്റ്റോക്ക് വളരെയധികം കറക്റ്റ് ആവുകയും ബോട്ടം ലെവലിൽ ഒരു സപ്പോർട്ട് ഫോം ചെയ്യുകയും തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബോട്ടം ലെവലിൽ നമ്മൾക്കൊരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ രീതിയിലുള്ള ഒരു ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺ കാണാൻ സാധിക്കുന്നു. ഇത് സ്റ്റോക്കിൻ്റെ ട്രെൻഡ് അപ് ട്രെൻഡിലേക്ക് മാറാൻ പോകുന്നു എന്നുള്ള സൂചനയാണ് നൽകുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 275 ഒരു പ്രധാന റെസിസ്റ്റൻസ് ആണ്. 275 എന്ന റെസിസ്റ്റൻസ് സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 290, 295 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കാം. ഇവിടെ ഒരു ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺ ആണ് സ്റ്റോക്കിൽ ഫോം ചെയ്തിരിക്കുന്നത്. കൂടാതെ സ്റ്റോക്ക് അതിൻ്റെ 20 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അതേസമയം 50 ഡേ, 100 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് പ്രധാന റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കുകയും ചെയ്യും. അവസാന സ്റ്റോക്ക് ട്രെൻഡ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. 5325 സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ക്ലോസിംഗ് നൽകി. ദീർഘകാലം നീണ്ടുനിന്ന ഒരു കൺസോൾട്ടേഷനിൽ നിന്നും സ്റ്റോക്ക് ഡബിൾ ബോട്ടം രീതിയിലുള്ള ഒരു ബുള്ളിഷ് പാറ്റേൺ ഫോം ചെയ്ത് ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും സ്റ്റോക്കിലെ ബൈയിങ് വോളിയം ഉയർന്നു വരുന്നു. കൂടാതെ ഒരു ബുള്ളിഷ് പാറ്റേണും നമ്മൾക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 5750 സ്റ്റോക്കിൻ്റെ ഒരു റെസിസ്റ്റൻസ് ആണ്. 5750 എന്ന ലെവലിലേക്ക് സ്റ്റോക്ക് നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 5750 മുകളിൽ ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ 6000, 6200 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന്